ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മളൊരു കപ്പ് കേക്കും ചായയിലാണ് നമ്മളെ പരിപാടി തുടങ്ങി കേട്ടോ. അപ്പോൾ ഒരു കപ്പ് കേക്ക് അങ്ങ് കഴിച്ച്, ഒരു പ്ലം കേക്കിൻ്റെ കപ്പ് കേക്ക് പോലെ എനിക്ക് തോന്നി, പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. പിന്നെ നമ്മളെ കാപ്പിയും കുടിച്ച് പരിപാടി തുടങ്ങി കേട്ടോ. പിന്നെ നമ്മൾ നേരെ ട്രെയിനിൽ കയറി കോഴിക്കോട് പോയത്, ഒരാവശ്യം ഉണ്ടായിരുന്നു കോഴിക്കോട്. അപ്പോൾ ട്രെയിനും കയറി നേരെ നമ്മളെ കോഴിക്കോട്ടങ്ങ് വിട്ടു കേട്ടോ. പിന്നെ ഏകദേശം നമ്മൾ കോഴിക്കോടങ്ങ് എത്തിയപ്പോഴാണ് നമ്മളെ ബൈക്കിൻ്റെ സ്ക്രാപ്പ് സ്ഥലമില്ലേ കിട്ടുന്ന അവിടത്തേക്കും പോയിന് കേട്ടോ. ഇതേപോലെ അവിടെത്തേനും കുറേ ഷോപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ഇതേപോലെ ബൈക്കിൻ്റെ പാർട്സലും കുറച്ച് ഉള്ളോട്ട് നടന്നേരം നമ്മളെ ഷോപ്പ് അങ്ങ് കിട്ടി കേട്ടോ. സംഭവം നമ്മളെ ബൈക്കിൻ്റെ എണ്ണേൻ്റെ ടാങ്ക് അങ്ങ് പോയിനു. അപ്പോൾ അതൊരു സെക്കൻഡ് ഹാൻഡ് ഓടിക്കഴിഞ്ഞു നമ്മളങ്ങ് വിട്ട കേട്ടോ. അപ്പോൾ അവിടെ ഏകദേശം എത്തിയാലും നമ്മളെ ടാങ്ക് നമ്മളങ്ങ് എടുത്തട്ടോ. ഈ കടയിൽ നിന്ന് നമ്മളെടുത്ത് കുറച്ച് ഇപ്പുറത്തുള്ള. അപ്പോൾ ആ കടയിൽ നിന്ന് എത്തിയതിന് ശേഷം പിന്നെ നമ്മളൊരു വീലും കൂടി അങ്ങ് മേടിക്കാമെന്ന് വെച്ചാട്ടോ, ടയറ്. അപ്പോൾ ടയറെല്ലാം മേടിച്ചതിന് ശേഷം നമ്മളങ്ങ് റഹ്മത്തോട്ടിലേക്കൊക്കെ പോയി കേട്ടോ. തൊട്ടിപ്പുറത്ത് തന്നെ റഹ്മത്തോട്ടിലേനും അവിടെ പോയി ഒരു കപ്പ് വെള്ളം കിട്ടി കേട്ടോ. പ്ലേറ്റ് അങ്ങ് വന്നാലും ഭയങ്കര ചൂട് കേട്ടോ. കൈ തൊട്ടേരം തന്നെ എന്താ പതവതാ ചൂട്. പിന്നെ അവിടെ നിന്ന് ഒരു ബീഫ് ബിരിയാണി അങ്ങ് മേടിച്ചേട്ടോ. ബീഫ് ബിരിയാണീൻ്റെ ഒപ്പം സൈഡായിട്ട് നമ്മൾ അച്ചാറും പിന്നെ ഒരു വിനേഗർ ഇട്ട് ഉള്ളിയും കൂടി കിട്ടീന്. പിന്നെ നമ്മളെ പ്ലേറ്റിലങ്ങ് നമ്മളെ ബിരിയാണി അങ്ങ് സെർവ് ചെയ്ത് അങ്ങ് ഇട്ട് കേട്ടോ. നല്ല ബോൺലെസ് പീസേനും കേട്ടോ കിട്ടീന്. നല്ല അടിപൊളി ബിരിയാണിയേനും. പിന്നെ അതിൻ്റെ ഒപ്പം നമ്മളെ അച്ചാറും സലാഡും എല്ലാം എടുത്ത്. ഞാനങ്ങ് അച്ചാറങ്ങ് എടുത്തില്ല കേട്ടോ. എന്താ എനിക്ക് അച്ചാർ വലിയ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാനങ്ങ് എടുത്തില്ല. എല്ലാം അങ്ങ് കൂട്ടി ഞാൻ കോഴിച്ചങ്ങ് തിന്ന് നോക്കി കേട്ടോ. അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു. എനിക്ക് വല്ലാണ്ടങ്ങ് ഇഷ്ടമായി കേട്ടോ. പിന്നെ വിനേഗർ ഇട്ട അച്ചാറും എനിക്ക് വല്ലാണ്ടങ്ങ് ഇഷ്ടമായി. വേഗം തന്നെ ഞാനതങ്ങ് ഫിനിഷ് ചെയ്തങ്ങ് തീർത്തിന് കേട്ടോ. ഓപ്പറെല്ലാം കുറച്ച് ടൈം എടുത്തിന്. പിന്നെ അവിടെ നിന്ന് പുറത്തിറങ്ങിയാൽ വല്ലാത്ത ദാഹം. നേരെ സ്റ്റേഷനിലേക്കാണ് പോയത്. അപ്പോൾ അവിടെ പോയപ്പോൾ നമ്മൾ അമൂൽ കൂൾ എന്ന് പറഞ്ഞിട്ടുള്ള കേസറിൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതെടുത്ത് ഞാനങ്ങ് കുടിച്ചേട്ടാ. കുടിച്ച് തീർത്തേരിയാൽ എനിക്ക് വീഡിയോ എടുക്കാൻ തോന്നി. അതെല്ലാം കഴിഞ്ഞ് പിന്നെ കുറച്ച് എക്സസൈസിന് വേണ്ടിയിട്ട് വെച്ച് നമ്മളെ എണ്ണട്ടാങ്കം വീലുള്ള നമ്മളെ സഞ്ചി എടുത്ത് ഞാനങ്ങ് പൊന്തിച്ചങ്ങ് കൊടുത്താട്ടാ. കുറച്ച് എക്സസൈസ് ആയിക്കോട്ടെ. ഇതെല്ലാം കഴിഞ്ഞപ്പാട് ഞാനങ്ങ് വീട്ടിലങ്ങ് എത്തി. വീട്ടിലെത്തിയപ്പാടിനെ പിന്നെയും കാപ്പിയും നമ്മളെ കപ്പ് കേക്കും രാവിലെ തിന്ന ഐറ്റം തന്നെ ഒന്നും കൂടി ഞാനതങ്ങ് തീർത്തങ്ങ് കൊടുത്തേട്ടാ. ഇത് തീർത്തതിന് ശേഷം വേദം കുടിക്കാമെന്ന് എനിക്ക് തോന്നി. നേരെ നമ്മളെ ഷോപ്പിലേക്ക് പോയി ഒരു കടി ഷേക്ക് അങ്ങ് മേടിച്ചേട്ടാ. അടിപൊളി ഷേക്കായിരുന്നു. ഒരുപാട് അടിപൊളി ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അത് മൊത്തം ഞാൻ തന്നെ ഒറ്റക്കങ്ങ് കുടിച്ചങ്ങ് തീർത്ത് കൊടുത്തേട്ടാ. ഇതേമാതിരി കുറേ തിന്നതിന് ശേഷം ഒരു 3/4 ഗ്ലാസ് കപ്പ് അതിൻ്റെ അകത്ത് ബാക്കിയുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് തന്നെ അടിപൊളി നട്ട്സും എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. നല്ല തിക്ക് ഷേക്കായിരുന്നു. എങ്ങനെയാലും ഇത് കുത്തിക്കയറ്റി ഞാനങ്ങ് തിന്ന് തീർത്തേട്ടാ. ഇത് തീർത്തേരും പിന്നെ എനിക്കൊരു ഷവർമ തിന്നാമെന്ന് എനിക്ക് തോന്നിയേട്ടാ. നേരെ പോയി ഒരു പ്ലേറ്റ് ഷവർമ അങ്ങ് എടുത്ത്. പ്ലേറ്റ് ഷവർമേൻ്റെ ഒപ്പം നമ്മളിതേമാതിരി നമ്മളെ പിക്കിൾസ് കിട്ടീനു. ഫുള്ള് നമ്മളെ കുക്കുംബറേനു. പിന്നെ ആ പ്ലേറ്റ് ഷവർമ ഞാനങ്ങ് തിന്നെടുത്തേട്ടാ. ഒരു ആവറേജ് ഷവർമ എന്നറിയാം, മോശമില്ല. പിന്നെ ഷവർമ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ വേഗം തന്നെ അതും തിന്നങ്ങ് തീർത്തു. പിന്നെ രാത്രി ആകെ ഉണ്ടായത് നമ്മൾ നെയ്ച്ചോറും പിന്നെ ബീഫ് കറി അതിനും ഉണ്ടായത്. രാത്രിയത്തെ ഐറ്റം ആയതുകൊണ്ട് ഞാൻ വലിയ ഹെവി ആയിട്ട് പോയില്ല. ചെറിയൊരു ഐറ്റം അങ്ങ് തീർത്ത്. ഈ ബീഫ് കറിയിലെ ബീഫിൻ്റെ പീസ് എന്ത് എനിക്ക് കിട്ടുന്നുണ്ടായില്ല. സാധനം എന്തും വരുന്നില്ല. പിന്നെ കഷ്ടപ്പെട്ട് ഞാനങ്ങ് കോരി അങ്ങനെ പ്ലേറ്റിലങ്ങ് ഇട്ട്. പിന്നെ കുറച്ച് ഗ്രേവി ഉണ്ടായിരുന്നു, അതും അങ്ങ് ഇട്ട്. പിന്നെ എല്ലാം കുഴച്ച് ഞാനങ്ങ് തിന്ന് കേട്ടോ. വലിയ കുഴപ്പമുണ്ടായില്ല. ബീഫിൻ്റെ പീസ് എടുത്ത് ഞാനങ്ങ് തിന്ന് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബീഫിൻ്റെ പീസ് മാത്രമായി തിന്നാൽ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഈ നെയ്ച്ചോറ് പിന്നെ കറിയെല്ലാം കൂട്ടി തിന്നുമ്പോൾ അത്ര ടേസ്റ്റ് എനിക്ക് തോന്നിയില്ല. നെയ്ച്ചോറിൻ്റെ അകത്ത് എനിക്ക് മുന്തിരിയെല്ലാം കിട്ടീന് കേട്ടോ. മുന്തിരി എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല. കാഷ്യൂ നട്ടാ എൻ്റെ ഫേവറേറ്റ്.